ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. അതിന് മുന്നമേയായിട്ട് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഒരു ചോദ്യമാണ്. ഡു യു വിഷ് ടു ഗെറ്റ് വെൽ? സ്തോത്രം. നമുക്ക് ഈ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സൗഖ്യം വേണം, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഈ ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല, നമ്മുടെ യേശു ആയതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്താൻ കർത്താവ് സഹായിക്കട്ടെ. ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 5-9. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ട്, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ 38 വർഷമായിട്ട് സുഖമില്ലാതെ കിടന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല, എങ്കിലും ചോദിക്കുന്നു. യേശു ഓൾറെഡി ഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളവിടെ അറിഞ്ഞു, ഇവൻ ഏറെക്കാലമായി, 6-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറെക്കാലമായി ഇരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചോദിച്ചത്? കാരണം നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഡിസയർ, നമുക്ക് ഹീലിങ്ങിനെ കുറിച്ചുള്ള ഒരു ഹോപ്പ്, ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് നമ്മിൽ ഉണ്ടെങ്കിൽ യേശുവിന് നമ്മെ സൗഖ്യമാക്കുവാൻ എളുപ്പമാണ്. ഇന്ന് സ്തോത്രം, യേശുവിന് നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യമാണ്, ആരാണ് യേശു? നമുക്കറിയാം, ഹല്ലേലൂയ. നമ്മൾ പാടി, സർവ്വസൈന്യാധിപൻ യേശു. ഒരേ ഒരു നാമമേ ഉള്ളൂ നമുക്ക് രക്ഷ ലഭിക്കുവാനായിട്ട്. ആ യേശു നമ്മളോട് ചോദിക്കുകയാണ് ചോദ്യം. അതുകൊണ്ട് ആ വില വളരെ വിലയേറിയതായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പലപ്പോഴും നമ്മുടെ വിശ്വാസം അല്പസമയമായാൽ, ഏറെക്കാലമായി എന്ന് യേശു അത് ഗ്രഹിച്ചു. അതുകൊണ്ടാണ് യേശു ആ ചോദ്യം ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വിശ്വാസം പെട്ടെന്ന് അങ്ങൊരു സൗഖ്യം കിട്ടിയില്ല എങ്കിൽ, ചില നാളുകൾ ആയി എങ്കിൽ നമുക്ക് അല്പം ഒരു തണുപ്പ് വരും. ഇനി ഇത് നടക്കുമോ? നമ്മുടെ വിശ്വാസത്തിൽ അല്പം മങ്ങലേൽക്കും. അത് നമ്മളൊക്കെ നന്നായിട്ട് യേശുവിനറിയാം. സ്തോത്രം. എന്നാൽ നമുക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഡിസയർ ഉണ്ടെങ്കിൽ, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം വിശ്വാസമുണ്ടെങ്കിൽ, ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ, നമ്മുടെ കർത്താവിനെ വളരെ വേഗത്തിൽ, വളരെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാൻ പറ്റും? സൗഖ്യമാക്കുവാൻ കഴിയും. സ്തോത്രം. അല്ലാത്തവരും യേശു സൗഖ്യമാക്കിയിട്ടുണ്ട് കേട്ടോ, ചോദിക്കാതെ തന്നെ ഉണ്ട്. എന്നാൽ ഒരു ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് പറയുന്നത്, നമ്മുടെ അവസ്ഥയെക്കുറിച്ചും നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ പലപ്പോഴും ഒന്നുകിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, നമ്മുടെ പ്രതീക്ഷ മങ്ങലേറ്റിരിക്കുന്നു. നടക്കത്തില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയട്ടെ, ഈ ചോദ്യം ചോദിച്ചത് യേശുവാണ്. അതുകൊണ്ട് സ്തോത്രം, നമ്മുടെ ഉത്തരം ഉവ്വ് അല്ലെങ്കിൽ എനിക്ക് മനസ്സുണ്ട് എന്ന് ആണെങ്കിൽ, ചോദിച്ചവൻ വെറുതെ ചോദിക്കത്തില്ല, അവൻ നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇന്ന് ആർക്കെങ്കിലും സ്തോത്രം ഒരുപക്ഷെ നമ്മൾ മറന്നിരിക്കുന്ന കാര്യമായേക്കാം, ഒരുപക്ഷെ നമ്മൾ വിട്ടുകളഞ്ഞ കാര്യമായേക്കാം, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടതായേക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിന് മങ്ങൽ ഏറ്റ വിഷയമായേക്കാം. എന്നാൽ യേശുവിന് ഇന്ന് ചോദിക്കാനുണ്ട്, ഹല്ലേലൂയ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അതിനെ യെസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഹല്ലേലൂയ നമുക്ക് ഉത്തരം ഉടനെ ലഭിക്കും. ഇവിടെ ഒരു ചില വർഷങ്ങളായി, മാത്രവുമല്ല എന്തുകൊണ്ട് അവനോട് ചോദിക്കുന്നു. നമുക്ക് പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മുടെ വിഷയങ്ങൾ പലപ്പോഴും
കുറച്ച് നാളൊക്കെ നമ്മൾ ചോദിക്കും, പിന്നെ കണ്ടില്ല, അത് പിന്നെ അങ്ങ് മാറി. പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കും, ആർക്കും അതേക്കുറിച്ച് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ അവരോട് കൂടെ അങ്ങ് ചേരും. പിന്നെ നമ്മളെ കുറച്ച് കൂടെ ഇതുപോലെയുള്ള ഒരുപാട് പേരെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണമാണ്. ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അപ്പോൾ അവിടെ കിടക്കുന്നത് ഈ 38 വർഷമായ ഈ രോഗി മാത്രമല്ല, അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അവന് ഒരുപാട് കൂട്ടുകാരുണ്ട് അവിടെ, ഒട്ടനവധി പേരവിടെ ഉണ്ട്. ആരൊക്കെയാണ് അവിടെ കണ്ടത് നമ്മൾ? അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം അവിടെ ഉണ്ട്. സോ 38 വർഷമായി തൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ അവിടെയുള്ളവരും എപ്പോഴും ഉണ്ട്. അവരെല്ലാം ഇറ്റ് ബിക്കം നോം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ അസുഖം എന്നത് ഒരു അസുഖം അല്ലാതായി മാറി. അവൻ 38 വർഷം അവിടെ കിടക്കുക. അവൻ്റെ കൂട്ടുകാരെല്ലാം അവിടെയുണ്ട്. അവരിതാ രോഗികളാണ്. ക്ഷയം ബാധിച്ചവരുണ്ട്, കുരുടരുണ്ട്, അല്ലേ? അങ്ങനെ പലരും അവിടെയുണ്ട്. അവൻ നോക്കുമ്പോൾ ചുറ്റും ഇതാണ്. അപ്പോൾ അവൻ്റെ ആശയും അവിടെ തീർന്നു, അവൻ്റെ വിശ്വാസവും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അവൻ്റെ കൂട്ടുകാരെല്ലാവരും അവിടെ ചുറ്റുമുള്ളവരാണ്. ഇനി അവൻ്റെ ചുറ്റും നിൽക്കുന്ന മറ്റു ചില ജനങ്ങളുണ്ട്. ഇവൻ സൗഖ്യമാകണം എന്നതിൽ ഒരു ആഗ്രഹവുമില്ലാത്തവർ. ആരാണത്? 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ അന്ന് ശബത്തായിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്ക എടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. 38 വർഷമായിട്ട് അവൻ അവിടെ കിടക്കുന്നത് കാണുന്ന ജനമാണ്, അല്ലേ? ഈ ചോദിച്ചവർ എന്തായാലും അവനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവൻ കിടക്കയെടുത്ത് നടക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ചിന്ത പോകുന്നത്, 38 വർഷമായി കിടക്കുന്ന ഈ മനുഷ്യൻ ഇന്ന് സൗഖ്യം ലഭിച്ചല്ലോ, അവൻ കിടക്കയെടുത്ത് നടക്കുന്നല്ലോ എന്ന് സന്തോഷിക്കുന്നതിന് പകരം അവൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതായത്, ഇന്ന് ശബത്താണ്, നീ എങ്ങനെ കിടക്കയെടുത്ത് നടക്കും? അപ്പോൾ അവൻ്റെ ചുറ്റും അവൻ കാണുന്ന ജനം ഇവനെപ്പറ്റി ഒരു ചിന്തയുമില്ലാത്തവരാണ്. നിനക്ക് വയ്യെങ്കിൽ നിൻ്റെ കാര്യം എന്ന് നോക്കുന്ന ഒരുപാട് ജനങ്ങളുടെ ചുറ്റുമാണ് ഈ മനുഷ്യൻ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നീ ഇതിലെല്ലാം പെട്ട് നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്ന് നീ അവരോടുകൂടെ അങ്ങ് ആയിപ്പോകാൻ നീ തീരുമാനിച്ചുവോ? നീ ഈ കൂട്ടരാണ്, ഞാനും ഈ കൂട്ടത്തിൽ ഒന്നാണ് എന്ന് നിന്നോട് തന്നെ വിധി കൽപ്പിച്ചുവോ? സ്തോത്രം. അതുപോലെ തന്നെ നിനക്ക് സൗഖ്യമായി നിന്നെ ഒന്ന് വിടുതൽ പ്രാപിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയും നീ ചുറ്റും കാണുന്നില്ല എന്നതുകൊണ്ട് നീ ഇതുമായിട്ട് അങ്ങ് ചേർന്ന് പോവാൻ തീരുമാനിച്ചോ? അല്ലാതെ അവന് സൗഖ്യം കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല യേശു ചോദിച്ചത് അവൻ്റെ ഉള്ളിൽ ഒരു ഡിസയർ കർത്താവ് ഇട്ടുകൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിൽ പലരും പലപ്പോഴും ഇങ്ങനെയാണ്. ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളായിരിക്കണമെന്നില്ല. നമുക്കറിയാം ഇത് എനിക്ക് വേണ്ടാത്തതാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലതല്ല, എനിക്ക് ഹാനികരമാണ്, ഇത് എന്നെ നല്ലതിലേക്കല്ല നടത്തുന്നത്, ഇത് എന്നെ സ്തോത്രം അല്ലേ മരണത്തിലേക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ശിക്ഷയിലേക്കാണ് നടത്തുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാം. എങ്കിലും നമ്മൾ കാണുകയാണ്, ഒരുപക്ഷെ നമ്മൾ ചോദിച്ചു കാണാം ദൈവത്തോട്, എനിക്കിതൊന്ന് മാറണം, എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം. പിന്നെ അതിങ്ങനെ തന്നെയുണ്ട്. പിന്നെ അപ്പോൾ ഇതായിരിക്കും നോം, എൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെയായിരിക്കും, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്നാണ് നമ്മുടെ ചിന്ത. അങ്ങനെ നമ്മൾ അതുമായിട്ട് അങ്ങ് ബന്ധപ്പെട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ നന്നായി മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റുമില്ല. നമ്മളോട് പറയുന്നവർ ഓക്കെയാണോ? അത് സാധാരണമാണ്. നിനക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടോ? നമ്മുടെ അടുത്ത വീട്ടിലെ ആളെ നോക്ക്, അവനും ഈ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നീ ഇങ്ങനെ ആയിരിക്കുന്നത് അവർക്കും ഇഷ്ടം. അതുപോലെ തന്നെ നീ ഹല്ലേലൂയ ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ അസുഖം തന്നെ നമ്മൾ അങ്ങ് മറന്നു പോകും. വി ജസ്റ്റ് ലീവ് ലൈക്ക് വാട്ട് എവർ സിറ്റുവേഷൻ വി ആർ ഇൻ. ബട്ട് ജീസസ് ഡോണ്ട് വാണ്ട് ദാറ്റ്. ഹല്ലേലൂയ. യേശു വന്നിരിക്കുന്നത് നീ ഏത് സാഹചര്യത്തിലായാലും നിന്നെ സൗഖ്യമാക്കണം,
38 വർഷമായാലും നീ ഹല്ലേലൂയ പ്രയാസത്തിലായാലും നിന്റെ വിഷയം എന്തു തന്നെ ആയാലും നിന്നെ ഒന്ന് സൗഖ്യമാക്കണം എന്ന് കരുതിയാണ് യേശു അവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. അവിടെ തിക്കും തിരക്കിയും രോഗികൾ തന്നെയുണ്ട്. അപ്പോൾ അല്ലാത്തവരുടെ തിക്കും തിരക്കും പറയണ്ട. ഇത്രയും ആളുകളുള്ളിടത്ത് യേശു കണ്ടത്, സ്തോത്രം, ഹല്ലേലൂയ, ആ ഒരു മനുഷ്യനെയാണ്. സ്തോത്രം. നമ്മൾ ഈ നമ്മുടെ സിറ്റുവേഷനുമായി സാഹചര്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പോയപ്പോൾ പിന്നെ സ്വപ്നത്തിൽ പോലും നമുക്ക് ഇനി സൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപക്ഷെ ശരീരത്തിൻ്റെ ആയിരിക്കണമെന്നില്ല. അവർ സോൾ, അവർ സ്പിരിറ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ ഹാൻഡിക്യാപ്പ് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? ഓ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റപ്പോൾ കാലിൻ്റെ മുട്ടിനൊരു വേദന, അല്ലേ, തലവേദന, അല്ലെങ്കിൽ മറ്റു പല ബോഡി നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ സോൾ ആൻഡ് സ്പിരിറ്റ്, നമ്മൾ പലപ്പോഴും ബോഡിയെ പെട്ടെന്ന് നമുക്ക് സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ കാലുവേദന, കാലിൻ്റെ മുട്ടുവേദന ഉണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അധികം പേരും പറയും. എന്നാൽ ആരും സാക്ഷ്യം പറഞ്ഞ് അധികം കേൾക്കാത്ത കാര്യമാണ്, എൻ്റെ മനസ്സിലെ ഒരു അസ്വസ്ഥതയുണ്ട്, എനിക്ക് സ്പിരിറ്റുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഉള്ളിൽ ചില ഇൽ ഫീലിങ്സ് അതെൻ്റെ ഉള്ളിലുണ്ട്. ഇതൊന്നും ആരും പറയുന്നില്ല, ആരും സാക്ഷ്യം കേൾക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഇത് സാധാരണമാണ്, ഇത് മറ്റു പലർക്കുമുണ്ട്. നിൻ്റെ കൂട്ടുകാരായിട്ട് നീ നോക്ക്, അവരും ഇങ്ങനെ തന്നെയാണ്, അവരും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ദിസ് ഈസ് നോം. എന്നാൽ ദുഷ്ടൻ്റെ വലിയ ഒരു ട്രിക്കാണത്. നിന്നെ വിളിച്ചവൻ, എന്നെ വിളിച്ചവൻ അതാഗ്രഹിച്ചിട്ടല്ല വിളിച്ചിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. ശരീരത്തിൻ്റെതാകട്ടെ, മനസ്സിൻ്റെതാകട്ടെ, ആത്മാവിൻ്റെതാകട്ടെ സൗഖ്യം ഇല്ല എന്ന് തോന്നണം. അങ്ങനെ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഐ താങ്ക് ഗോഡ് ഫോർ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെ മങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലോട് ദൈവം സംസാരിക്കും, പരിശുദ്ധാത്മാവ് ഇടപെടും. നോ, യു നീഡ് ക്യൂറിങ്, യു നീഡ് ഹീലിംഗ് ഹിയർ, യു നീഡ് ടു ഗെറ്റ് വെൽ ഹിയർ. സ്തോത്രം, ആമേൻ. നമുക്ക് അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നമ്മുടെ ഉള്ളിൽ ഒരു ഡിസയർ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, യേശു നടന്നു പോകുമ്പോൾ തന്നെ ആളുകൾ സൗഖ്യമാകും, അല്ലെങ്കിൽ ഈവൻ പത്രോസ് നടന്നു പോകുമ്പോൾ തന്നെ ആളുകൾ സൗഖ്യമാകുന്നു. ഇവിടെ അങ്ങ് സൗഖ്യമായാൽ പോരെ? യേശുവിനറിയാം ഇവൻ കിടക്കുകയാണ് 38 വർഷമായിട്ട്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു ഡിസയർ, നീ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം വിട്ടൊന്ന് വന്നാട്ടെ വെളിയിൽ. എന്നോടും നിങ്ങളോടും ദൈവത്തിന് പറയാനുള്ളത്, സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഇഫ് ഇറ്റ് ഈസ് ഫോർ ബോഡി ഓർ സോൾ ഓർ സ്പിരിറ്റ്, ഇഫ് യു നീഡ് എ ഹീലിംഗ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹീലിംഗ് വേണം എന്ന് പോലും നമുക്ക് അറിയത്തില്ല. എന്നാൽ ദൈവമക്കളെ, നമ്മളോടൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് ചോദിച്ചു നോക്കിക്കേ. യേശുവിൻ്റെ ഈ ശബ്ദം ഒന്ന് കേട്ടേ. സർവ്വസൈന്യാധിപൻ യേശു, ഹല്ലേലൂയ. അവൻ ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും അവൻ സൗഖ്യമാക്കും. ഏത് തരത്തിലുള്ള വിഷയം തന്നെ ആയാലും, നമ്മെ പിടിച്ചു കെട്ടിയിരിക്കുന്ന വിഷയമായാലും, നമുക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടതായാലും, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ഇത് നോർമൽ ആണെന്ന് തോന്നിയാലും എൻ്റെ യേശുവിനെ അത് നോർമലായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് യേശു അവൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചത്. അവന് സൗഖ്യം ആവശ്യമുണ്ട്, നിനക്ക് വിടുതൽ ആവശ്യമുണ്ട്, നീ ഇങ്ങനെ കിടന്നാൽ പോരാ. അതുകൊണ്ട് യേശു അവനോട് തന്നെ ചോദിക്കുകയാണ്, സ്തോത്രം, നിനക്ക് സ്തോത്രം സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത ഇട്ടുകൊടുത്തു. ഹല്ലേലൂയ. അവനെ ഒരു അവയർനെസ് കൊണ്ടുവരണം ആദ്യം നമ്മുടെ ഉള്ളിൽ. നമുക്കിന്ന് നമ്മുടെ ഉള്ളിൽ നമ്മളോട് ചോദിക്കുക, എനിക്ക് ഏതെങ്കിലും ഏരിയയിൽ സൗഖ്യം ആവശ്യമുണ്ടോ? ശരീരത്തിനായിക്കൊള്ളട്ടെ, മനസ്സിനായിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തിൻ്റെ അസുഖം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. എന്നാൽ മനസ്സിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ സൗഖ്യം,
സ്തോത്രം. യേശു നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ ഹല്ലേലൂയ സ്നേഹിച്ചത്, വില കൊടുത്തത്, എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിപ്പിച്ച ചിന്ത ഇതാണ്. അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്, പലപ്പോഴും നമ്മൾ മുട്ടുവേദനയും തലവേദനയൊക്കെ പറയാറുണ്ട് അവൻ്റെ അടുത്ത്. എന്നാൽ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് ഇതിനേക്കാൾ അപ്പുറമായിട്ട് ചിലത് ഹല്ലേലൂയ നമ്മിൽ ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ടാണ്, നമ്മെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മിൽ പലപ്പോഴും നാം കാണുന്നില്ലെങ്കിലും നമ്മിൽ പല അസുഖങ്ങളും നമ്മുടെ യേശു കാണുന്നുണ്ട്. കാരണം അവൻ സൗഖ്യദായകനാണ്. അവൻ നമ്മെ സൗഖ്യമാക്കുവാൻ ഇറങ്ങി വന്നവനാണ്. ചില സമയം ഡോക്ടറെ അടുത്ത് പോയി ചുമ്മാ പോയതാ, ഫ്രണ്ട് ഡോക്ടറാ. കണ്ടപ്പോൾ നിൻ്റെ കണ്ണെന്താ ചുവന്നിരിക്കുന്നത്? പിടിച്ചു നോക്കിയപ്പോഴാ പിന്നെ ഇന്ന അസുഖമാ അല്ലേ, നമ്മൾ ഒരു കുഴപ്പമില്ലാതെ പോയതാ. നമ്മുടെ യേശുവിനെ നമ്മെ കണ്ടാൽ അറിയാം നമുക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. നമുക്ക് ചില നാളുകളായിട്ട് നമ്മൾ അതിനുവേണ്ടി അതുകൊണ്ടെന്നാൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോയി, അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ അതുമായി അങ്ങ് ചേർന്നു പോയി. എന്നാൽ യേശു ഇന്ന് പറയുകയാണ്, ശരീരത്തിൻ്റെതാകട്ടെ, മനസ്സിൻ്റെതാകട്ടെ, ആത്മാവിൻ്റെതാകട്ടെ, നമ്മുടെ ഉള്ളിൽ സ്തോത്രം നമുക്കൊരു ഡിസയർ ഇന്നുണ്ടെങ്കിൽ നമ്മെ അവൻ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹത്തെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ ചോദ്യം കേട്ടപ്പോൾ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ അതിൻ്റെ ആഗ്രഹത്തെ ജനിപ്പിക്കുകയാണ്. എ ഡിസയർ ടു ഗെറ്റ് ഹീൽഡ്. യെസ്, 30 വർഷമായി, ഇതുവരെ അതേക്കുറിച്ച് ചിലപ്പോൾ ചിന്തയുണ്ടാകത്തില്ല. എന്നാൽ ഈ ചോദ്യം അവൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു. യെസ്, ഹല്ലേലൂയ, എനിക്ക് സൗഖ്യമാകുവാൻ ആവശ്യമുണ്ട്. അവൻ എന്താ പറഞ്ഞത്? സ്തോത്രം, അവൻ പറയുകയാണ്, ഞാൻ ഇവിടെ എത്ര നാളായി കിടക്കുന്നു. സ്തോത്രം, എന്നാൽ ആരും എന്നെ അങ്ങോട്ട് കൊണ്ടു ചെല്ലുവാൻ ഇല്ല. വായിച്ചാട്ടെ 7-ാമത്തെ വാക്യം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടോ എന്ന ചോദ്യം. അവൻ പറയുന്നത്, എനിക്ക് മനസ്സുണ്ട്. അവനിപ്പോഴും ആ ഒരു ഡിസയറിലാണ്. എന്നാൽ ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അവൻ്റെ ബലഹീന അവസ്ഥ. അവൻ ചുറ്റും നോക്കി ആരുമില്ല. ഉണ്ട്, ചിലരെന്ത് ചെയ്യുന്നു? ഓടി. കാരണം അവിടുത്തെ എന്താണ് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, എന്നെയും നിങ്ങളെയും ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സാഹചര്യം അവിടെ ഇട്ടിരിക്കുന്നത്, അല്ലേ? ഒരു ഏഞ്ചൽ വന്ന് ആ വെള്ളം കലക്കുന്നു. അവിടെ ആദ്യം ഇറങ്ങുന്നോ അവന് മാത്രമേ സൗഖ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ നോക്കുമ്പോൾ, ഈ നടന്നു പോകാൻ വയ്യാത്ത മനുഷ്യൻ നോക്കുമ്പോൾ, അവൻ അവിടെ എത്തുന്നേക്കാൾ മുന്നേ ആരെങ്കിലും ഇറങ്ങിക്കാണും. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. നിസ്സഹായ അവസ്ഥ. ഇന്ന് നമ്മുടെ അവസ്ഥ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. എനിക്ക് സൗഖ്യമാകണമെന്നുണ്ട്, എന്നാൽ എന്നെ അതിൽ നിന്നൊന്ന് വിടുവിക്കുവാൻ, ഒന്ന് കരം പിടിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. സ്തോത്രം, നമ്മുടെ നിസ്സഹായ അവസ്ഥ. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടാണ് യേശു അവിടെ വരുന്നത്. ഒരു സഹായത്തിന് വേണ്ടി നിൽക്കുകയാണോ? എനിക്ക് ഒരു ആഗ്രഹത്തോടെ നീ ആയിരിക്കുകയാണെങ്കിൽ ഇന്ന് യേശുവിന് പറയാനുള്ളത്, ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ വിടുവിക്കും. അവിടെ ഉടനെ തന്നെ എന്തു ചെയ്തു? യേശു അവൈലബിളായിട്ട് അവൻ്റെ അടുക്കൽ വരികയാണ്. സ്തോത്രം. ഞാനും നിങ്ങളും സിക്കാണ് എന്ന് നാം അറിയുന്നതിനേക്കാൾ നന്നായിട്ട് അറിയുന്നവൻ. മാത്രവുമല്ല, എൻ്റെ സൗഖ്യത്തെ ആഗ്രഹിക്കുന്നവൻ. അവൻ കണ്ട മറ്റുള്ള ജനത്തെ പോലെയല്ല യേശു. അവിടെ അനേകർ വന്നും പോകുന്നുണ്ട്. അവിടെ പുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്ന് പറയുന്നവർ അനേകരുണ്ട്. എന്നാൽ അവരെ പോലെയല്ല, ഞാൻ സൗഖ്യമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ് ചോദിച്ചിരിക്കുന്നത്, നീ സൗഖ്യമാകുവാൻ നിനക്ക് ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ, നിനക്കതിന് മനസ്സുണ്ടോ? അത് ചോദിക്കുന്ന ആരാണ്? നമ്മെ സൗഖ്യമാക്കുവാൻ ആഗ്രഹമുള്ളവൻ,
നമ്മുടെ സൗഖ്യത്തെ നല്ലതുപോലെ അറിയുന്നവൻ. സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും, ഒരുപക്ഷെ പറയാൻ കൊള്ളത്തില്ലായിരിക്കും, ഒരുപക്ഷെ അല്ലേ പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്നതായിരിക്കത്തില്ല. എന്നാൽ നമ്മെ നല്ലതുപോലെ അറിയുന്ന ഒരുവനുണ്ട്, യേശു. ഹല്ലേലൂയ. ആ യേശു, സ്തോത്രം, അവൻ അറിയുക മാത്രമല്ല, അല്ലേ, ആ മനുഷ്യൻ്റെ അടുക്കൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഏറെക്കാലമായി സുഖമില്ലാതിരിക്കുന്നു എന്ന് അവൻ ഗ്രഹിച്ചിട്ട് വന്നതാ. നമ്മെ നല്ലതുപോലെ അറിയുന്നവൻ. അതുപോലെ തന്നെ നാം സൗഖ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നവൻ. അവൻ ആ ചോദ്യം ചോദിച്ചിട്ട് കടന്നു പോവുകയല്ല. സ്തോത്രം. അവൻ ഹല്ലേലൂയ ഇത്ര വർഷം നീ കിടന്നു എന്നാൽ നീ അവിടെ കിടക്കട്ടെ എന്ന് പറയുകയല്ല. സ്തോത്രം. ആ ബലഹീനനെ, സഹായിപ്പാൻ ആരുമില്ലാത്തവനെ സൗഖ്യമാക്കുവാൻ, സ്തോത്രം, ആഗ്രഹമുള്ളവൻ. മാത്രവുമല്ല അവൻ അതിനുള്ള അധികാരവും കഴിവും ഉള്ളവനാണ് ഇന്ന് ചോദിക്കുന്നത്. സ്തോത്രം. അവനാണ് ഈ ചോദ്യം ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സ്തോത്രം. അവൻ ഈസ് അവൈലബിൾ. യേശു ഇന്ന് വന്നിട്ടുണ്ട്. നമ്മെ നന്നായി അറിയുന്നവൻ, നാം നന്നായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, വിടുവിപ്പാൻ ശക്തനായവൻ. അവൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അവനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ, മറ്റുള്ളവർ സഹായത്തിന് ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ അതേക്കുറിച്ച് വിചാരം ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ സഹായിപ്പാൻ അവർക്ക് മനസ്സില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ സാരമില്ല എന്ന് തോന്നുന്നതായിരിക്കാം. ഒരുപക്ഷെ ഇത് കൂട്ടത്തിൽ എല്ലാവരോടും കൂടി ഉള്ളതാണെന്ന് തോന്നാം. എന്നാൽ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് യേശു ക്രിസ്തു നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും സൗഖ്യം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ആ വിഷയം, ഹല്ലേലൂയ, എന്നോട് പറയണ്ട, എന്നാൽ ഒരുവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഇന്ന് അവൻ്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്മേൽ അവൻ നമുക്ക് വിടുതൽ തരും. സ്തോത്രം. കാരണം ഇത് പറയുന്നവൻ, ഹല്ലേലൂയ, അവൻ നമ്മെ നന്നായി അറിയുന്നവൻ, നമുക്ക് സൗഖ്യം ആവശ്യമുണ്ടെന്ന് നന്നായി ഗ്രഹിക്കുന്നവൻ. മാത്രവുമല്ല അവൻ, ഹല്ലേലൂയ, അവൻ ആഗ്രഹിക്കുന്നവനാണ്. ഒരുപക്ഷെ ഞാൻ മറന്നെങ്കിലും എൻ്റെ സൗഖ്യത്തെക്കുറിച്ച് നന്നായി ആഗ്രഹിക്കുന്ന ഒരു യേശുവുണ്ട്. അവനാണെന്ന് ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കാം. സ്തോത്രം. മാത്രവുമല്ല അതിന് അധികാരമുള്ളവൻ. പലരും ചോദിച്ചിട്ട് കടന്നു പോകും, അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവർ ചിലപ്പോൾ ഹല്ലേലൂയ മരുന്നെന്താന്ന് പോലും അറിയത്തില്ലായിരിക്കും. എന്നാൽ ഇവിടെ ചോദിക്കുന്നവൻ ആരാണെന്നറിയാമോ? ഹല്ലേലൂയ, സകലത്തിൻ്റെയും ഉടയവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, എന്നെയും നിങ്ങളെയും നന്നായി അറിയുന്നവൻ, എന്നെയും നിങ്ങളെയും നന്നായി സ്നേഹിക്കുന്നവൻ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുഴുവിലയും കൊടുത്തവൻ ഇന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഉണ്ട് എങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ ആത്മാവിൻ്റെ, ഹല്ലേലൂയ, ആരോടും പറയാൻ കൊള്ളാത്തതായ, അല്ലെങ്കിൽ ഹല്ലേലൂയ എന്നെ ഇതുവരെയും ഒരുപക്ഷെ എൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുത്തിയതാ, ആ വിഷയത്തിൻ്റെ മേലെ കർത്താവിനെ പ്രവർത്തിപ്പാൻ, ഹല്ലേലൂയ, അവന് ഇഷ്ടമുണ്ട്. സ്തോത്രം. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു. ഈ ചോദിച്ചവനുണ്ടല്ലോ, അധികാരമുള്ളവനാ. അവൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നതെന്നറിയോ? യേശു സൗഖ്യം തരുമ്പോൾ അതൊരു പരിപൂർണ സൗഖ്യമാണ്, എ പെർഫെക്റ്റ് ഹീലിംഗ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഇത്ര നാൾ നടക്കാത്തവൻ, മുടന്തി നടക്കുന്നതല്ല നമ്മൾ കാണുന്നത്. അവൻ കിടന്ന ആ കിടക്കയും തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ച് പൂർണ്ണ സൗഖ്യത്തോടെ. ഒരുപക്ഷെ ഹല്ലേലൂയ അവൻ അസുഖമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ശക്തി ഉണ്ടായിരുന്നോ എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ യേശു സൗഖ്യമാക്കിയാൽ അവനോട് അവനൊന്ന് ചെവി കൊടുത്താട്ടെ, അവൻ്റെ ചോദ്യത്തിന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് സൗഖ്യമാക്കുവാൻ അവൻ മതിയായവൻ. സൗഖ്യമെന്ന് പറഞ്ഞാൽ എ പെർഫെക്റ്റ് ഹീലിംഗ്. അവിടെ നമ്മൾ കാണുന്നത് അവൻ കിടന്നിരുന്ന, അപ്പോൾ അവൻ കിടക്കേണ്ട അസുഖമാണ്. ആ കിടന്നിരുന്ന, സ്തോത്രം, ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ, നീ ഇങ്ങനെ അസുഖം മാറ്റുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പല വീഡിയോകളിലൊക്കെ. അല്പം മാറി, ആദ്യം ഇങ്ങനെ ഇരുന്നവൻ പിന്നെ കുറച്ച് ഇങ്ങനെയായി, പിന്നെ കുറച്ച് ഇങ്ങനെയായി, അങ്ങനെ പിന്നെ ഇരുന്നവൻ പിന്നെ നടന്നു. നമ്മുടെ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ വ്യത്യസ്തമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ, ആ പാരലൈറ്റിക്, അവൻ അവിടെ 4 പേർ ചേർന്ന് അവനെ കൊണ്ടുവന്നു.
അവൻ പിന്നീട് പോകുന്നത് കിടക്കയെടുത്ത് തലയിൽ വെച്ചോണ്ടാണ് പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കുരുടരായവർ തുള്ളിച്ചാടിക്കൊണ്ടാണ് പോകുന്നത്, മുടന്തനായവൻ തുള്ളിച്ചാടിക്കൊണ്ടാണ് പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അല്ലാതെ കുറച്ച് അല്ലേ, ഇത്ര സൗഖ്യം വന്നു പിന്നെ കുറച്ചും കൂടെ സൗഖ്യം വന്നു, അങ്ങനെയല്ല. കാരണം ഡോക്ടേഴ്സിന് അത്രയൊക്കെ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ യേശു അങ്ങനെയല്ല. ഇന്ന് നമ്മളോട് ചോദിക്കുന്നവൻ നമുക്ക് കംപ്ലീറ്റ് ഹീലിംഗ് തരുവാൻ മതിയായവനാ. അവൻ ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഡു യു വിഷ് ടു ഗെറ്റ് വെൽ? ഹല്ലേലൂയ. അവൻ ആ കിടക്കയെടുത്ത് പിന്നീട് കാണുന്ന ആ മനുഷ്യനെ കാണുന്ന അവൻ കിടക്കയെടുത്ത് തലയിൽ വെച്ച് നടക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ്, എൻ്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പെല്ലറ്റ്. അതൊരു മരത്തിൻ്റെ തടി കഷ്ണമായിരിക്കണം. അത് തലയിൽ വെച്ചുകൊണ്ട് അതിലൂടെ നടന്നു പോകുക. അത്രമാത്രം സൗഖ്യത്തോടെ. നിങ്ങൾ ആലോചിക്കണം, 38 വർഷമായിട്ട് അവൻ നടന്നിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവൻ നടക്കുമ്പോൾ മുടന്തിയല്ല നടക്കുന്നത്. ജന്മനാൽ മുടന്തനായ മനുഷ്യൻ പത്രോസ് സൗഖ്യമാക്കിയപ്പോൾ അവൻ തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. അല്ലാതെ എങ്ങനെ നടക്കണമെന്ന് ആരൊന്ന് പറഞ്ഞതാ കൈ പിടിക്കുക, അങ്ങനെയൊന്നുമല്ല. സ്തോത്രം. കാരണം ഇത് ചോദിക്കുന്നതും ഇത് ചെയ്യുന്നതും ശക്തിയുള്ളവനാണ്, യേശുവാണ്. ഹല്ലേലൂയ. ആഗ്രഹിച്ചാട്ടെ. നമ്മുടെ ഉള്ളിലൊരു ഡിസയർ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മെ സൗഖ്യമാക്കുവാൻ മതിയായവൻ ഇന്നിവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ. എവിടെയാണ് ഞാനും നിങ്ങളും പാരലറ്റിക് ആയിരിക്കുന്നത്? ഒരുപക്ഷെ നമ്മൾ നടക്കുന്നുണ്ടാകാം, എന്നാൽ നമ്മുടെ മനസ്സ്, ഹല്ലേലൂയ, അത് നമ്മെ പാരലറ്റിക് ആക്കിയിരിക്കുക. വി ആർ നോട്ട് എനർജറ്റിക്, വി ആർ നോട്ട് ആസ് സ്ട്രോങ് ആസ് വി സപ്പോസ് ടു ബി. കാരണം നമ്മൾ അസുഖത്തിലാണ് കിടക്കുന്നത്. പലപ്പോഴും നമ്മൾ അത് വേണ്ട എന്ന് വെച്ച് നടക്കുക, പലപ്പോഴും നമ്മളത് മാറ്റിവെച്ച് നടക്കുക. എന്നാൽ പറയുകയാണ്, അല്ല, വിഷയങ്ങൾ എൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക. ചോദിക്കുന്നത് നമ്മെക്കുറിച്ച് പരദൂഷണം പറയുന്ന ഒരാളല്ല, നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മെ അപമാനിക്കുന്ന ഒരുവനല്ല. നമ്മളോട് ചോദിക്കുന്നത് സർവശക്തനായ യേശുവാണ്. അവൻ്റെ മുന്നിൽ നമുക്ക് തുറന്ന് പറയാമെങ്കിൽ അവൻ വലിയവ ചെയ്യും, അവൻ വിടുവിക്കും. ഇത് പറയുന്ന മനുഷ്യനല്ല, ഹല്ലേലൂയ, യേശുവാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. പൂർണ്ണ സൗഖ്യം, ഹല്ലേലൂയ, അവൻ നമുക്ക് നൽകുവാൻ മതിയായവൻ. ഇന്ന് ചിലർ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ടാകണം പോകും. ഞാൻ നിങ്ങളെല്ലാവരും അസുഖമുള്ളവരാണെന്ന് പറയല്ല കേട്ടോ. എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്. ഞാൻ കടന്നു വന്നതുപോലെയല്ല. സ്തോത്രം. ഞാൻ എൻ്റെ ശരീരത്തിൽ എനർജറ്റിക്കായിട്ട്, എൻ്റെ മനസ്സിൽ എനർജറ്റിക്കായിട്ട്, ഹല്ലേലൂയ, ഞാൻ കിടന്ന് മുരടിച്ചു പോകുന്ന ഒരാളായിട്ട് പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ യേശു അതേക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അവൻ കാണേണ്ടത് ഞാൻ, ഹല്ലേലൂയ, തുള്ളിച്ചാടി, ഹല്ലേലൂയ, എൻ്റെ സ്തോത്രം, ഞാൻ കിടന്നിരുന്ന കിടക്ക എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത് ജനത്തിൻ്റെ മധ്യത്തിൽ അത് കാണിക്കുവാൻ എൻ്റെ യേശു ആഗ്രഹിക്കുന്നു. അവൻ പറയുക, നീ എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഓടിക്കോ എന്ന് പറയല്ല. നീ കിടന്നിരുന്ന ആ പെല്ലറ്റ് എടുത്ത് ആ ബെഡ് എടുത്ത് നിന്റെ തലയ്ക്ക് വെച്ച് നീ നടന്നു പോ. ഞാൻ നിന്നെ സൗഖ്യമാക്കി എന്നുള്ളത് പലരും അറിയണം. ഹല്ലേലൂയ. ഒരു പെർഫെക്റ്റ് ഹീലിംഗ് ആണ് അവിടെ തരുന്നത്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അതും ഒരു സൂപ്പർ നാച്ചുറൽ വേ ആണ് അവൻ ആ ഹീലിംഗ് തരുന്നത്. നോക്കിക്കേ, അവൻ കണ്ട അവൻ്റെ അറിവിലുള്ള ഒരു ഹീലിംഗ് അല്ല കേട്ടോ. നിങ്ങളപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, ഇന്ന് ചിലപ്പോൾ ഞാൻ ഇന്ന കാര്യം ഇന്ന വിധമായിരിക്കും, അല്ലേ, ഇന്നതായിരിക്കും നടക്കാൻ പോകുന്നത്. ഇവിടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു ദൂതം വന്ന് കലക്കും, അല്ലേ? അപ്പോൾ എന്നിട്ട് എന്നെ യേശു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി. അതൊക്കെയല്ലേ മനുഷ്യന് വരാൻ കാരണം. അവൻ 38 വർഷമായിട്ട് പഠിച്ചത് ഈ വെള്ളം കലങ്ങണം, ആ വെള്ളം കലങ്ങി കഴിഞ്ഞാൽ അവിടെ ആദ്യമായിട്ട് ഒരുവൻ ഇറങ്ങണം, അപ്പോൾ സൗഖ്യം ലഭിക്കും. അവൻ്റെ അറിവ് അതാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, സൗഖ്യമാക്കണോ, നിനക്ക് സൗഖ്യമാകണോ? അവൻ പറഞ്ഞു, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. എന്നാൽ യേശു പറയാനുള്ളത്, നീ ചിന്തിച്ചതുപോലെയല്ല നിന്റെ മേൽ ഇന്ന് സൗഖ്യം വരാൻ പോകുന്നത്. ഹല്ലേലൂയ. നീ കരുതിയതുപോലെയല്ല, വെള്ളം കലങ്ങിയിട്ടല്ല, ആളുകൾ നിന്നെ പിടിച്ചു കൊണ്ടുപോയിട്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. സകലത്തിനും അധികാരമുള്ളവൻ ഒരു നിമിഷം കൊണ്ട് നിന്റെ ബലഹീനത മാറ്റിക്കളയും. സ്തോത്രം. അതും പരിപൂർണ സൗഖ്യം നിനക്ക് തരുവാൻ അവൻ മതിയായവൻ. സ്തോത്രം, ഹല്ലേലൂയ. നീ നിന്റെ കിടക്കയുടെ നടക്കും അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ യേശു എനിക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നൊരു വലിയ വിടുതലിൻ്റെ ദിവസമായിട്ട് മാറട്ടെ. യേശുവിൻ്റെ ചോദ്യം നമ്മൾ കേൾക്കുക.
യേശുവാണ്. നാണിക്കേണ്ട, ഭയപ്പെടേണ്ട. യേശുവാണ് ചോദിക്കുന്നത്. എന്തു തന്നെയായാലും അവൻ്റെ അടുക്കൽ പറയുക. അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ നമ്മെ മാറ്റിയെടുക്കും. ഇതുവരെയും 38 വർഷങ്ങൾ മുന്നേ കണ്ട മനുഷ്യനല്ല, അല്ലെങ്കിൽ അതിന് ആ വർഷമായിട്ട് കണ്ടിരിക്കുന്ന മനുഷ്യനെയല്ല ഇന്ന് അവർ കാണുന്നത്. തുള്ളിച്ചാടി. കാര്യം അവർ പിന്നെയും കുറ്റമാണ് കണ്ടുപിടിക്കുന്നത്. എന്നാലും നമ്മുടെ യേശു, അവൻ ചോദിച്ചതിൻ്റെ കാര്യം എന്നെയും നിങ്ങളെയും വിടുവിപ്പാൻ അവന് ആഗ്രഹമുണ്ട്, അവന് കഴിവുണ്ട്. ഒരു പരിപൂർണ സൗഖ്യം തരുവാൻ അവന് കഴിവുണ്ട്. ഞാനും നിങ്ങളും ഏറ്റവും പെർഫെക്റ്റ് ആകണം. നമ്മുടെ ആത്മാവിൽ തുള്ളിച്ചാടണം. ഇവിടെ വന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഉറങ്ങിയ മാതിരി ഇരുന്ന് ആരാധിക്കാനല്ല. then we are sick somewhere. മഹത്വത്തിന് ഹല്ലേലൂയ. എങ്ങനെയാ സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത്? പറന്നുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ആരാധിക്കുന്നത്. ഇവിടെ നമുക്കതിന് കഴിയുന്നില്ലെങ്കിൽ somewhere we are sick. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എങ്ങനെ ആഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതുപോലെ ഞാനും നിങ്ങൾ ആകുന്നില്ല. ഹല്ലേലൂയ. we are sick somewhere. യേശു ചോദിക്കുകയാണ്, നിനക്ക് എല്ലാവരും തുള്ളിച്ചാടി ആരാധിക്കുന്ന പോലെ നിനക്ക് ആരാധിക്കണമോ? കം ടു മീ. ഹല്ലേലൂയ. സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? നീ തുള്ളിച്ചാടി ആരാധിക്കും. ഹല്ലേലൂയ. നിന്റെ മനസ്സിൽ നിനക്ക് പ്രയാസങ്ങൾ, വേദനകൾ വെച്ച് നിനക്ക് തുള്ളിച്ചാടാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ? യേശു ചോദിക്കുകയാണ്, ഹല്ലേലൂയ, യു വിൽ ജംപ് അപ്പ് ആൻഡ് ഡൗൺ. ഹല്ലേലൂയ. ചോദിച്ചത് ഞാനല്ല, നമ്മുടെ അവസ്ഥ അറിയാവുന്നവൻ, എത്ര വർഷങ്ങളായി എന്ന് ഗ്രഹിച്ചവൻ, സ്തോത്രം, നമ്മെ സൗഖ്യമാക്കി കാണുവാൻ ആഗ്രഹിക്കുന്നവൻ, മാത്രവുമല്ല സ്തോത്രം സൗഖ്യമാക്കുവാൻ അധികാരമുള്ളവൻ, കഴിവുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് വിടുതലിൻ്റെ ദിവസമായി മാറട്ടെ, അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. നാം ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ തുള്ളിച്ചാടുന്ന ദിവസമായി മാറട്ടെ. ബിക്കോസ് the one who asked is not a man. ഹല്ലേലൂയ. പെർഫെക്റ്റ് ഹീലിംഗ്. അവൻ സൗഖ്യമാക്കിയാൽ പെർഫെക്റ്റ് ഹീലിംഗ്. 72-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ഹല്ലേലൂയ. അവൻ അങ്ങനെയാണ്. നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും, നിനക്ക് എത്ര പൈസയുണ്ട്, ആരാ ജാമ്യം നിൽക്കുന്നത്, ഇതൊക്കെ ചോദിച്ചിട്ടാണ്. എന്നാൽ നമ്മുടെ യേശു അങ്ങനെയല്ല. അവൻ സൗഖ്യമാക്കുന്ന ആരെയാ? നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിട്ടുവിക്കുമല്ലോ. നമുക്ക് പ്രാഗൽഭ്യം അതിലാ. ഹല്ലേലൂയ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊന്നും കൊണ്ട് ഞാൻ ഇന്നത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കാര്യമില്ല. എന്നാൽ നമ്മെ സൗഖ്യമാക്കുവാൻ ആഗ്രഹമുള്ള ഒരുവനുണ്ട്. നാം തുള്ളിച്ചാടി നടക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുവനുണ്ട്. അവൻ്റെ കരങ്ങളിലെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ ഹല്ലേലൂയ നമ്മെ സൗഖ്യമാക്കും. അവൻ എളിയവരെ, അവന് കരയുന്നവരെ, ഇവിടെ പറയുന്നത് നിലവിളിക്കുന്ന ദരിദ്രനെ. നിലവിളിക്കുന്ന എപ്പോഴാണ്? എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്, എനിക്ക് വിടുതൽ ആവശ്യമുണ്ട്, എനിക്ക് ഹല്ലേലൂയ, എൻ്റെ ഈ അവസ്ഥ പോരാ, എൻ്റെ ഈ അവസ്ഥ മാറണം, എനിക്ക് മറ്റുള്ളവരെ പോലെ നടക്കണമെന്ന് ആഗ്രഹമുള്ള ദൈവജനമേ, നിലവിളിക്കുന്നവനെ മറക്കാത്ത, നിലവിളിക്കുന്നവനെ ആദരിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ യേശു എന്ന് പറയുന്നതിൽ ഹല്ലേലൂയ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അത് അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മെ മാറ്റിയെടുക്കട്ടെ, നമ്മുടെ അവസ്ഥകളെ മാറ്റിയെടുക്കട്ടെ. അവൻ വില കൊടുത്തത് അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ ഏതെങ്കിലും പ്രസംഗം കേട്ട് പോകാൻ വേണ്ടി വന്നവരല്ല. വിടുതൽ പ്രാപിച്ച് ഹല്ലേലൂയ സ്തോത്രം സൗഖ്യം പ്രാപിച്ച് ശരീരത്തിന്, മനസ്സിന്, ഹല്ലേലൂയ നമ്മുടെ ആത്മാവിന് സൗഖ്യം പ്രാപിച്ച് ദൈവ മക്കളായി തുള്ളിച്ചാടി ഹല്ലേലൂയ നടക്കേണ്ടുന്നവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി യേശു സൗഖ്യമാക്കിയാൽ അതിനൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ. യേശു സൗഖ്യമാക്കിയാൽ ആ സൗഖ്യം അത് വെറും ബോഡിയിൽ നിൽക്കത്തില്ല, നമ്മുടെ ശരീരത്തിൽ നിൽക്കത്തില്ല. അവൻ സൗഖ്യമാക്കി കഴിഞ്ഞാൽ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 14-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിപ്പാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. യേശു സൗഖ്യമാക്കിയാലുള്ള ഗുണം എന്താണെന്നറിയാമോ? അവൻ നമ്മുടെ സൗഖ്യത്തെ അവൻ ഇറ്റേണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പലർക്കും സൗഖ്യം കിട്ടിയാൽ അത് മതി. എന്നാൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നീ തുള്ളിച്ചാടി നടക്കണം. മാത്രമല്ല, ഞാൻ നിന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, നീ ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അധികം ദോഷമായത് വരാതിരിപ്പാൻ നീ ഇനിയൊരു പാപം ചെയ്യരുത്.
അപ്പോൾ ഈ മനുഷ്യനിൽ കണ്ടത് അവൻ 38 വർഷമായിട്ട് പാരലൈറ്റിക് ആണെന്ന് മാത്രമല്ല യേശു ഗ്രഹിച്ചത്. അവനിൽ മറ്റു പല കുറവുകളുമുണ്ട്. യേശു ഇന്ന് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും മാറണം. ഞാനും നിങ്ങളും ഇവിടെ ഒരു സൗഖ്യം മാത്രം പ്രാപിച്ചത് കൊണ്ടായില്ല. നാം ഹല്ലേലൂയ ഇറ്റേണിറ്റി വരെയും ആ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടെ അവൻ എന്തിനു വേണ്ടിയാ? ഇന്ന് പലരും യേശു സൗഖ്യമുണ്ട് എന്തിനാ? നമ്മുടെ തണ്ടൽ വേദനയും നമ്മുടെ ബാക്ക് പെയിനും അല്ലെങ്കിൽ തലവേദനയൊക്കെ മാറാനായിട്ട്. നോ, അവൻ വന്നതിൻ്റെ ഉദ്ദേശം നീ കിടക്കയിൽ കിടന്നവൻ ഇന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് മാത്രമല്ല. നീ പാപം ചെയ്യരുത്. നീ നിത്യത വരെ നിന്നെ കാണണം. സ്തോത്രം. നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ആത്മാവിനെയും കൂടെ സൗഖ്യമാക്കിയിട്ട് നിന്നെ കാണുവാനാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത്. അതുകൊണ്ട് പറയുക, നീ ഇനി പാപം ചെയ്യരുത്. അധികം ദോഷമായത് വരാതിരിക്കുവാൻ, അധികം ഹല്ലേലൂയ മോശമായത് സംഭവിക്കാതിരിക്കുവാൻ. സ്തോത്രം. ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ അടുക്കൽ പറയുക, എനിക്ക് സൗഖ്യം ആവശ്യമാണ്, എനിക്ക് വിടുതൽ ആവശ്യമാണ്. സ്തോത്രം. അവൻ നമ്മെ വിടുവിപ്പാൻ മതിയായവൻ. അവൻ നമ്മെ സ്തോത്രം സഹായിപ്പാൻ മതിയായവൻ. അവൻ അധികാരമുള്ളവൻ, അറിവുള്ളവൻ, അവൻ മനസ്സുള്ളവൻ. ഹല്ലേലൂയ. ഇതിനേക്കാൾ വലിയൊരു യേശുവിനെ നമുക്ക് ആവശ്യമുണ്ടോ? എക്സ്പെക്ട് ഗോഡ്, എക്സ്പെക്ട് മിറാക്കിൾ, എക്സ്പെക്ട് സേവിയർ ഹൂ ക്യാൻ ഡു മോർ ദാൻ ജസ്റ്റ് എ ഹീലിംഗ്, മോർ ദാൻ ജസ്റ്റ് എ ഫിസിക്കൽ ഹീലിംഗ്. ഹല്ലേലൂയ. നമുക്ക് അവൻ നൽകുന്നത് അത് നിത്യത വരെ, അത് വിശുദ്ധിയുടേത്, നിർമ്മലതയുടേത്. ഹല്ലേലൂയ. അത് നിത്യത വരെ എത്തുന്നതായി തീരട്ടെ. മനുഷ്യനെ നോക്കണ്ട. അവൻ നിന്നെ സഹായിപ്പാൻ മതിയായവനല്ല. അവൻ ഒരുപക്ഷെ നിന്നെ കുറ്റം പറയാൻ മാത്രം കൊള്ളു. എന്നാൽ നിന്നെ വിളിച്ച യേശുവിലേക്ക് നോക്കുക. നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ഹല്ലേലൂയ യേശുവിൻ്റെ അടുക്കൽ നിന്റെ ചെവി ചായ്ക്കുക. അവൻ നിന്നോട് പറയും, നിനക്ക് സൗഖ്യമാകുവാൻ നിനക്ക് ഇന്ന് മനസ്സുണ്ടെങ്കിൽ നിന്നെ ഞാൻ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ വരികൾ പാടി നമുക്ക് കർത്താവിനെ എല്ലാ ദിവസവും എഴുന്നേറ്റ് നിന്നാട്ടെ.